അമ്മേ ഞാൻ ഇറങ്ങുവാന്നേ. മീൻകറി അടുപ്പത്ത് ഇരിക്കുന്നേ ഉള്ളേ, നോക്കിക്കോണേ. പറ്റുമ്പോ അങ്ങ് ഓഫ് ചെയ്തേക്കണേ. മീൻകറി ആയില്ലേ ഇതുവരെ? ഈ 7 മണി വരെ കിടന്നുറങ്ങിയാ എങ്ങനെയാ മീൻകറി ആവുന്നേ? ഞാൻ 7 മണി വരെ കിടന്നുറങ്ങിയോണ്ടല്ല മീൻകറി ആവാഞ്ഞേ, മീൻകാരൻ സമയത്ത് വരാഞ്ഞോണ്ടാ. അവൻ താമസിച്ചോണ്ടാ ഞാൻ എന്റെ മീൻകറി താമസിച്ചത്. പിന്നെ ഞാൻ എത്ര മണി വരെ കിടന്നുറങ്ങിയാലും എന്റെ ജോലിയെല്ലാം ഞാനല്ലേ ചെയ്യുന്നേ, പിന്നെ എന്തോ കുഴപ്പം? പെൺപിള്ളാരായാലേ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് എല്ലാ ജോലിയും ചെയ്ത് മിറ്റവും തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ട് വേണം പോവാൻ. അല്ലാതെ 7 മണി വരെ കിടന്ന് ഉറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിട്ടല്ല പോവേണ്ടുന്നത്. ഞാൻ ഇവിടെ 7 മണിക്ക് എഴുന്നേക്കെന്ന് പറഞ്ഞോണ്ട് ആരുടെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് കുറവ് വരുന്നുണ്ടോ? അമ്മയ്ക്ക് കൃത്യസമയത്ത് ചായ കിട്ടുന്നില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കൃത്യസമയത്ത് റെഡി ആവുന്നില്ലേ? കൊച്ചിനെ കൃത്യമായിട്ട് ബസ് വരുന്ന സമയത്തിനുള്ളിൽ ഞാൻ റെഡിയാക്കി വിടുന്നുണ്ട്. പിന്നെ എന്തോ കുഴപ്പം? അമ്മയാണെങ്കിൽ ഇവിടെ രാവിലെ എഴുന്നേറ്റ് പൂജാമുറിയിലും കയറിയിട്ട് 5 മണി തൊട്ട് ഇവിടെ വെറുതെ മിനിമിനാതിരിക്കുക. നാളെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അമ്മ 7 മണിക്ക് എഴുന്നേറ്റാ മതി. അയ്യോ, എനിക്ക് 7 മണി വരെ ഒന്നും കിടന്നുറങ്ങാൻ പറ്റത്തില്ല. എനിക്ക് എന്നെ കൊണ്ട് ബുദ്ധിമുട്ടാ. ഞാൻ പകല് ഉച്ചയ്ക്ക് ഇച്ചിരി നേരം കിടന്നുറങ്ങും. അതുകൊണ്ട് എനിക്ക് 7 മണി വരെ ഒന്നും കിടന്നുറങ്ങാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് 7 മണി വരെ കിടന്നുറങ്ങാൻ പറ്റാത്തതിന്റെ അസൂയ എന്റെ കൂടെ. നിങ്ങൾക്ക് പിന്നെ ഉച്ചയ്ക്ക് കിടന്നുറങ്ങാം, എനിക്ക് അത് പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് 7 മണിക്ക് എഴുന്നേക്കാനേ പറ്റത്തുള്ളൂ. ഇടി മാനുവേ, ഇടി എത്ര നേരമായിട്ട് കളിക്കാൻ പോയിട്ട്? ഇച്ചിരി സമയം തന്ന അവിടെ അങ്ങ് തവസിരുന്നോണം. എന്തോടി നീ തിന്നത്? കൊഴക്കട്ടയോ? ആരുണ്ടാക്കി തന്നു കൊഴക്കട്ട? മണിയമ്മ. നീ എന്തോന്ന് കാണാൻ അടക്കുവാ? ഇവിടെ ഉള്ള കോലം കണ്ടില്ലേ? എന്തിനാടി കൊച്ചിനെ പിടിച്ച് വലിക്കുന്നേ? ഇവൾ അവിടെ പോയി കൊഴക്കട്ട തന്നിട്ട് വന്നേക്കുവാ. എവിടെ പോയി? എവിടെ നിന്ന്? മണിയമ്മൂമ്മയുടെ വീട്ടിൽ നിന്ന് ഒരു കൊഴക്കട്ട തിന്നാൻ അമ്മ എന്നെ കിടന്ന് പിടിച്ച് വലിക്കുന്നേ. മോള് ഈ വീറും വൃത്തിയില്ലാത്ത മണിയർ അവിടെ പോയി എന്തോത്തിനാ മക്കളെ കുഴക്കട്ട തന്നത്? മോടെ വീട്ടിൽ കുഴക്കട്ടയൊന്നും ഉണ്ടാക്കാതിരിക്കുമെന്നോ? മോടെ വീട്ടിൽ കുഴക്കട്ട ഉണ്ടാക്കിയ മോക്കൊന്നും വേണ്ടല്ലേ? മോടെ വീട്ടിൽ ഒന്നും ഇല്ലയോ? മോടെ വീട്ടിൽ നിന്ന് മോക്ക് ഒന്നും വേണ്ട? മോളൊന്നും കാണാൻ നടക്കുവാന്നോ മോളെ? ഈറും ഇല്ല, വൃത്തിയില്ല. മോക്ക് ഇവിടെ എന്ത് വേണമെന്ന് പറഞ്ഞാലും ഇവിടെ ഉണ്ടാക്കി തരത്തില്ലേ? ഇനി മേല ഒരു സാധനം മക്കൾ അവിടെ പോയി തിന്നരുത് കേട്ടോ. അമ്മ ഇങ്ങനെയാന്നമ്മ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നേ? ഇങ്ങനത്തെ വർത്താനാന്നോ കൊച്ചിന് പറഞ്ഞു കൊടുക്കുന്നത്? പിന്നെ ഞാൻ എന്തോ പറയേണ്ടത്? വീറും വൃത്തിയില്ലാത്തടത്ത് പോയി തിന്ന് കയറ്റിട്ട് വന്നതിന് ശേഷം ഞാൻ എന്തോ പറയണം? പിന്നെ അല്ലാതെ പിന്നെ പറയണ്ടേ? ഇവിടെ ഒന്നും തിന്നാനില്ലാതിരിക്കുവാന്നോ? ആഹാ, മണിയമ്മയുടെ അവിടെ പോയി തിന്നിട്ട് വന്നേനാന്ന് മോളെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പറയുന്നേ. അതെന്തിനാമ്മേ? ഞാൻ അവിടുന്ന് എന്തോരം തിന്നിട്ടുണ്ട്. അമ്മ അതൊക്കെ അങ്ങ് മറന്നുപോയോ? പണ്ടത്തെ കാലമല്ല ആന്നോ ഇത്? പിന്നല്ലാതെ. പണ്ടത്തെ കാലമല്ല ഇപ്പൊ ഒന്നോ അമ്മ. അത് ആൾക്കാർക്ക് പൈസയും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴേ ആൾക്കാര് ബന്ധങ്ങളും ഒക്കെ മറക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയ ഒരു ഡയലോഗാ. അമ്മയും കൂടെ അത് പറയരുത്. പിന്നെ അമ്മ ഈ പറഞ്ഞ വൃത്തിയില്ലാത്ത മണിയമ്മയുടെ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ അനിയത്തിയും തിന്നേന് കയ്യും കണക്കുമില്ല. അമ്മ ആ കാലമൊക്കെ അങ്ങ് മറന്നുപോയോ? ഇവക്കറിയത്തില്ലായിരിക്കും. ഇവൾ ഇന്നലെ വന്ന് കയറിയതാ, ഇവക്കറിയത്തില്ല. അവള് പറഞ്ഞതിനൊത്ത് അമ്മയും കൂടെ നിന്നേല എനിക്ക് അതിശയം. അമ്മ പറഞ്ഞല്ലേ വൃത്തിയില്ലാത്ത, വീറും വൃത്തിയില്ലാത്ത. അമ്മ ഈ വീറും വൃത്തിയില്ലാത്തവരുടെ അടുക്കളയെന്ന് തിന്നതിന് കയ്യും കണക്കുമില്ല. അമ്മയ്ക്ക് അറിയാമോ? എടി, നീ ഒരു കാര്യം ഓർക്കണം. ഇവിടെ സാധനങ്ങൾ തീരുമ്പോൾ ഇവരൊരു സ്റ്റീൽ ഗ്ലാസും തന്ന് വിടും. ഓനാ പോയി മണിയമ്മയുടെ അവിടുന്ന് ഇത് വാങ്ങിച്ചോണ്ട് പോവാ, മുളക് പൊടി വാങ്ങിച്ചോണ്ട് പോവാ, മല്ലിപ്പൊടി വാങ്ങിച്ചോണ്ട് പോവാ, തൈര് വാങ്ങിച്ചോണ്ട് പോവാ, പഞ്ചസാര വാങ്ങിച്ചോണ്ട് പോവാ. അങ്ങനെ പല കാര്യങ്ങൾക്കും അവിടെ പോയി വാങ്ങിച്ചിട്ടുണ്ടടി. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവര് പണ്ട് അണ്ടിയാപ്പീസ്, എന്താ അണ്ടിയാപ്പീസ് എന്ന് പറഞ്ഞപ്പോ നാണമായി പോയോ? അങ്ങനെ തന്നെ പറയും. ഇവരെ പണ്ട് അണ്ടിയാപ്പീസിൽ പോകുന്ന സമയത്തുണ്ടല്ലോ, 6:30 ആകുമ്പോ എന്നെ അനിയത്തെയും കൂടെ സ്കൂളിൽ പോകുന്ന പരുവത്തിന് ഒരുക്കി അങ്ങോട്ടങ്ങ് ആക്കും. അവിടുന്നായിരുന്നു ചോറുപതിയും തന്ന് കെട്ടി ഞങ്ങളെ വിടുന്നത്. അന്നൊന്നും തോന്നാത്ത വൃത്തികേടൊന്നും അമ്മയ്ക്ക് ഇപ്പൊ തോന്നേണ്ട കാര്യമില്ല. അന്ന് അവരുടെ വീട്ടിൽ നിന്ന് തിന്നിട്ടേ എനിക്കും എൻ്റെ അനിയത്തിക്കും ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഇന്ന് എൻ്റെ മോള് തിന്നുമ്പോഴും ഒന്നും പറ്റത്തില്ല. അവരവരുടെ മക്കളെ, അവരുടെ കൊച്ചുമക്കളെയും കാണുന്ന കണക്കായിരിക്കും എൻ്റെ കുഞ്ഞിനെയും കണ്ടിട്ടുള്ളത്. വെറുതെ എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ഇപ്പോഴേ നിങ്ങൾ വിഷം അടിച്ച് കയറ്റി വെക്കരുത്. മോള് പോയി തിന്നോടി. മോള് പോയി തിന്നിട്ട് വരുമ്പോൾ ആരാ ഇവിടെ പറയുന്നതെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. നീ ധൈര്യമായിട്ട് പോയി തിന്നു. നീ തിന്നിട്ട് വരുമ്പോൾ എനിക്കൂടെ എന്തെങ്കിലും വാങ്ങിച്ചോണ്ടോ, ഞാനും തിന്നട്ടെ. ആഹാ, കൊള്ളാലോ. അപ്പ പറഞ്ഞത് കേട്ടല്ലേ രണ്ടുപേരും? ഞാൻ ഇനിയും തിന്നും. അമ്മേ, എന്റെ മറ്റേ ചീപ്പ് ഉണ്ടായിരുന്നു അമ്മേ, മറ്റേ പല്ലകലുള്ള ചീപ്പ്. ഞാൻ നോക്കിട്ട് അതിപ്പോ കാണുന്നില്ല. എന്റെ 4 മുടി ചീപ്പാൻ എന്തിനാ നിന്റെ ചീപ്പ്? ആ മോള് വന്നിട്ടുണ്ടായിരുന്നു, അവളാ ചീപ്പെടുത്ത് ചീപ്പെന്നാ ഉണ്ടായിരുന്നു കേട്ടോ. അവക്ക് ഇഷ്ടപ്പെട്ട് എന്റെ കൂടെ ചോദിച്ച് ഞാനിതങ്ങ് കൊണ്ടുപോകുവാന്നേ അമ്മയെന്ന് പറഞ്ഞായിരുന്നു. അതിന് എത്ര രൂപയാ? അവൾ ഗൂഗിൾ പേ ചെയ്ത് തരും. എത്ര രൂപയാന്ന് പറയണം? വന്ന് മനുഷ്യന്റെ ചീപ്പ് ഒരു അണ്ടി കൊണ്ട് പോവാന്നോ? എനിക്ക് പൈസ ഒന്നും വേണ്ട, എനിക്ക് എന്റെ ചീപ്പ് തന്നെ വേണം. അത് ഇവിടെ അങ്ങ് വാങ്ങിക്കാൻ കിട്ടുന്ന ചീപ്പല്ല. അതെന്റെ കൂട്ടുകാരി ടൂർ പോയപ്പോ അവളെ എനിക്ക് കൊണ്ടു തന്നേ. അതെന്റെ മുടിയിലാണെങ്കിൽ ഉടക്കൊന്നും ആവത്തില്ലായിരുന്നു. നല്ല ചീപ്പായിരുന്നു. എനിക്ക് എന്റെ ചീപ്പ് വേണം, പൈസ ഒന്നും വേണ്ട. നീ ഒന്ന് ചാവാതെ. അവള് ഗൂഗിൾ പേ ചെയ്ത് തരുവടി. നീ ആമസോണിൽ നിന്ന് ഒരെണ്ണം വാങ്ങിര്. ആമസോണിന്ന് ഓസ്ട്രേലിയയിൽ നിന്നൊന്നും കിട്ടത്തില്ല. അമ്മ മര്യാദക്ക് എന്റെ ചീപ്പ് കൊണ്ട് തരാൻ പറ. പിന്നെ അവള് കുറെ ഗൂഗിൾ പേ ചെയ്ത് തരും. അവൾ ഗൂഗിൾ പേ ചെയ്തുകൊണ്ട് എന്റെ അക്കൗണ്ടിൽ ഇവിടെ സ്ഥലമില്ലാതിരിക്കുക.
നിങ്ങൾ ഒരേ തരം അല്ലയോ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും മേടിച്ചും ഒക്കെ നിക്കണം. ഇവിടെ ഇപ്പൊ എല്ലാം അങ്ങോട്ട് പോന്നേ ഉള്ളൂ, ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല. എവിടെ ഇത് എന്ത് കണ്ടാലും വേണം. എന്റെ ഷാമ്പു വേണം, അവൾക്ക് സോപ്പ് വേണം. എന്തിനാ എന്റെ തുണി ഇന്ന് നാളെ കൊണ്ടുവരാന്ന് പറഞ്ഞോണ്ട് എടുത്തോണ്ട് പോകും. എന്നിട്ട് ഞാൻ പിന്നെ കണ്ടിട്ടില്ല. അവിടെ കിട്ടുന്ന സാധനങ്ങളൊന്നും പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല, കേട്ടല്ലേ. അയ്യോ, നീ തുണിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തെ. അവൾ ഇവിടെ ഇരുന്നപ്പോഴാ ഇന്നൊരു ടോപ്പ് വന്നത്. ആ ടോപ്പ് അവള് നോക്കി, അവക്ക് പരുവാ, അവക്ക് നിറവും ഇഷ്ടപ്പെട്ട്. അവൾ അതും അങ്ങ് എടുത്തോണ്ട് പോയി. അതിന്റെ പൈസ ഗൂഗിൾ പേ അയച്ചു തരാന്ന് പറഞ്ഞു. ഇത് എന്തൊരു കഷ്ടമാമേ, അതും കൊണ്ടുപോയോ? ഞാനാണെങ്കിൽ നോക്കി ഇരുന്ന് വാങ്ങിച്ച ഒരു സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് അത് പിന്നെ റീസ്റ്റോക്ക് ആയപ്പോ കഷ്ടപ്പെട്ട് ഞാൻ നോക്കിയിരുന്ന് വാങ്ങിച്ചത്. എന്തൊരു കഷ്ടം. മനുഷ്യൻ ഒരു സാധനം വാങ്ങിക്കണ്ടെന്ന് വെച്ചാ എന്തോ പറയാനാ. അയ്യോ, ഒരു ചീപ്പും ഒരു ടോപ്പും കൊണ്ടുപോയാനാന്നേ എവളിവിടെ കിടന്ന് ഈ നിരങ്ങുന്നത്. ഒരു ചീപ്പും ഒരു ടോപ്പും ആണെങ്കിൽ വേണ്ടിയല്ല, ഇത് കണ്ണി കാണുന്ന മൊത്തം വേണം. സോപ്പ്, ചീപ്പ്, ഷാമ്പു എല്ലാം വേണം. പിന്നെ ജട്ടിയും പ്രൈസറും പരുവാണെങ്കിൽ അതും എടുത്തോണ്ട് പോയേനെ.